ഗസയിലേക്കാണ് പോകുന്നത്. ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ പൊലിഞ്ഞത് 20,000-ലേറെ ജീവനുകളാണ്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും ഖാൻ യൂണിസിലും ശക്തമായ ആക്രമണം തുടരുന്നു. വെടിനിർത്തൽ പ്രമേയം ചർച്ച ചെയ്യാനുള്ള UN രക്ഷാസമിതി യോഗം മാറ്റിവെച്ചു. ഈ ഗസയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. സംഘർഷഭൂമിയായ ഗസയിൽ കോൺവോയ്ക്കൊപ്പം നീങ്ങുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാർ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. ഡോക്ടർ ഇന്നലെ കോൺവോയ്ക്കൊപ്പം സഞ്ചരിക്കുന്നു, ഇന്നിപ്പോഴും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇസ്രയേലിൽ പലരും പോയിരുന്നെങ്കിലും ഈ ഗസയിൽ ഈ ദുരന്തബാധിത പ്രദേശത്ത് അല്ലെങ്കിൽ സംഘർഷഭരിതമായ അങ്ങോട്ടേക്ക് എത്തുന്ന മലയാളികൾ അങ്ങനെ ഒരാളെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അത് ഡോക്ടർ തന്നെയാകുമെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ എന്തായാലും മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഈ INGOs UN കൂടെ ഞാൻ ആരെയും സാധാരണ കാണാറില്ല. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് സാധാരണ കാണാറില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ കാണാറുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ ലെബനോണിൽ നിന്നോ ഒക്കെ ഉള്ള ആൾക്കാർ ആണ് കൂടുതലായിട്ട് ടീമിലുള്ളത്. ഈ ടീമിന്റെ നമ്മളെ മെഡിക്കൽ ടീമിന്റെ മെഡിക്കൽ ഡയറക്ടറായിട്ടാണ് ഞാനിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് വഴിയിൽ ഏകദേശം കാണാൻ പറ്റുന്നതാണ്. ഏകദേശം 500ഓളം വാഹനങ്ങള്, ലോറികള് ഈ പറയുന്ന ഗസയിലേക്കുള്ള ഭക്ഷണ സാധനങ്ങള്, വെള്ളം, അതുപോലെ തന്നെ മരുന്നുകള്, ടെന്റുകള്, പുതപ്പുകള് ഇതെല്ലാം വഹിച്ചുകൊണ്ടുള്ള ഏകദേശം 500ഓളം വാഹനങ്ങള് 10-20 കിലോമീറ്റർ നീളെ ഇങ്ങനെ റോഡിൽ സൈഡിലേക്ക് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് അങ്ങ് ഗസയിലേക്ക് പോകാനായിട്ട് ഇസ്രയേലി അധികൃതർ സമ്മതിക്കുന്നില്ല. ഭയങ്കരമായ ഡിലേ ആണ്. അതേസമയം ഇവിടെ ഇപ്പൊ ഗസയിൽ നോക്കുമ്പോൾ ഇവിടെ ഭക്ഷണമില്ല, വെളിച്ചമില്ല, ഈ വൈദ്യുതി ഇല്ല, വെള്ളം സപ്ലൈ വളരെ കാലമായി തന്നെ മുടങ്ങിയിരിക്കുകയാണ്, ഗ്യാസ് സപ്ലൈ തീരെയില്ല. ഈ കടകളിലൊന്നും പ്രത്യേകിച്ച് ഒരു സാധനവും കിട്ടാനില്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ 1-2 വാഹനങ്ങളിൽ വരുന്ന WHO ഇല്ലെങ്കിൽ UN അധികൃതരുടെ സപ്ലൈ മാത്രമാണ് വാസ്തവത്തിലുള്ളത്. അത് അരിയും ഗോതമ്പ് മാവും ഒക്കെ മാത്രമാണ് ഉള്ളത്. വെള്ളത്തിന്റെ കാര്യം വളരെ മോശമായതുകൊണ്ട് തന്നെ ടൈഫോയിഡ്, കോളറ, വയറ്റിളക്ക രോഗങ്ങൾ വളരെയധികം സാധാരണമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മരിക്കുന്നവർ തന്നെ കൂടുതലുണ്ട്. അതുപോലെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗത്തിനൊക്കെ മരുന്നില്ലാതായിട്ട് നാളുകൾ ഏറെയായി. അതുകൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻ കൊണ്ട് മരിക്കുന്നവര് വളരെ കൂടുതലാണ്. ഇന്നലെ ഞങ്ങള് തുടങ്ങാനിരുന്ന ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള കെട്ടിടം, അതൊരു മോസ്ക് ആയിരുന്നു. ആ മോസ്ക് ബോംബ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് ആ ആശുപത്രി കെട്ടിടത്തിന്റെ പകുതിയും പൊളിഞ്ഞുപോയി. അപ്പോ ഇന്നിപ്പോ നമ്മള് പുതിയ കെട്ടിടം, ഈ ആശുപത്രി തുടങ്ങാനുള്ള പുതിയ കെട്ടിടം അന്വേഷിച്ചുള്ള ഇങ്ങനെ നടക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത കെട്ടിടം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വീണ്ടും അടുത്ത ആശുപത്രി സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ആ ഒരു പള്ളിക്ക് ചുറ്റുമായിട്ട് ഏകദേശം 6ഓളം സ്കൂളുകൾ ഉണ്ട്. ഓരോ സ്കൂളിലും ഏകദേശം 6,000 മുതൽ 8,000 പേരാണ് അഭയാർത്ഥികളായിട്ട് താമസിക്കുന്നത്. ഇന്നലത്തെ ബോംബിങ്ങില് വളരെയധികം ആൾക്കാർ, പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള ഒത്തിരി പേർക്ക്, 100ഓളം പേർക്ക് മരിച്ചു. ഒത്തിരി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരൊന്ന് ചികിത്സിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു സംവിധാനവും ഇവിടെയില്ല. ഈ പറയുന്ന റഫ എന്ന സ്ഥലത്ത്, ഈ പറയുന്ന നോർത്ത് ഗസയിലാണ് ആദ്യമായിട്ട് ബോംബിംഗ് തുടങ്ങിയത്. അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം മിഡിൽ ഗസയിലേക്കും സൗത്ത് ഗസയിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഖാൻ യൂണിസ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ മിഡിൽ ഗസയിലുള്ളതാണ്. മിഡിൽ ഗസയിലാണ് ഏറ്റവും കൂടുതൽ ബോംബിംഗ് നടക്കുന്നത്. അപ്പോ മിഡിൽ ഗസയിൽ നിന്നുള്ളവരും കൂടെ ഈ റഫയിലേക്ക്, ഏകദേശം ഒരു 16 കിലോമീറ്റർ ചുറ്റളവുള്ള ഈ സ്ഥലത്ത് 2.1 മില്യൺ ആൾക്കാരാണ് ഉള്ളത്. ഇവരെല്ലാം പുഴുക്കളെ പോലെ വളരെ റോഡിന്റെ 2 സൈഡിലും ടെന്റൊക്കെ അടിച്ചിട്ട് തിങ്ങി നിറഞ്ഞ് അങ്ങനെ ജീവിക്കുകയാണ്. ഇവർക്ക് പോകാനായിട്ട് ഒരു സ്ഥലവും ഇല്ല.
അതിന് പുറത്താണ് ഈ ബോംബിങ്ങും ഒക്കെ ഉള്ളത്. ഡോക്ടർ, കുട്ടികളും ഒരു വശത്ത് ഇങ്ങനെ ഒക്കെ. ബോംബാക്രമണം രൂക്ഷമാകുന്നു, മറുവശത്ത് പകർച്ചവ്യാധികളും പട്ടിണിയും അതങ്ങനെ പോകുന്നു. ഇന്നലെ UN മേധാവി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ഥിതിഗതികളിൽ ഒരു അല്പമെങ്കിലും അയവ് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചികിത്സാ സഹായങ്ങൾ, അടിയന്തര സഹായം എത്തിക്കുന്നതിൽ അതിന് തടസ്സം നേരിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രശ്നം, വെല്ലുവിളി അതവിടെ നേരിടുന്നുണ്ടോ ഡോക്ടർ? ഇപ്പോൾ അവിടെ നമുക്ക് സഹായം എത്തിക്കുന്നതിൽ ഇതുപോലെയുള്ള ഈ വ്യോമാക്രമണം ഒന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ അടിയന്തര വെടിനിർത്തലിനുള്ള ചർച്ചകൾ ഇപ്പോഴും നീണ്ടുപോവുകയുമാണ്. ആ ഒരു സാഹചര്യം വലിയ വെല്ലുവിളിയാകുന്നുണ്ടല്ലോ. തീർച്ചയായും ഇത് വെല്ലുവിളി ഒരു ജനതയെ ഇങ്ങനെ ഒരു ജനോസൈഡ് ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇതിനാ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു ജനതയെ ഈ പറയുന്നത് ഇതുപോലെ ഒരു വശത്ത് അവർക്ക് പോകാനായിട്ട് ഒരു സ്ഥലവും കൊടുക്കാതെ ഞെക്കിഞ്ഞെടുക്കുക. അതേസമയം ആ ഞെക്കിഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും ഗ്യാസും ഒന്നും കൊടുക്കാതിരിക്കുക. മൂന്നാമത് അങ്ങനെ ഞെക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങള്, ഈ പരിക്കുകൾ ചികിത്സിക്കാൻ പറ്റാതെ ആവുക, ഈ പറയുന്ന ദൈനംദിനമായിട്ടുള്ള ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ രൂക്ഷമാവുക. ഇങ്ങനെയുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. ഈ മരുന്നുകൾ എത്തിക്കാത്തത് കൊണ്ടുള്ള ചികിത്സാ സഹായത്തിനപ്പുറത്തേക്ക് വെള്ളവും ഭക്ഷണവുമെങ്കിലും കുറച്ചെങ്കിലും കൊടുത്തതെങ്കിൽ ഇതൊരു സർവൈവലിന്റെ വിഷയമായിട്ട് മാത്രമേ നമ്മളിപ്പോ കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഒരു ജനതയുടെ സ്ഥലമെന്നോ അല്ലെങ്കിൽ എന്റെ നാടെന്നോ എന്നുള്ള വിഷയമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം 1 മില്യൺ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഒരു മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് നമ്മൾ മറുപടിയോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ടതില്ല. ഡോക്ടർ, ഒരൊറ്റ കാര്യം കൂടി, ഈ സ്ഥിതിഗതികൾ നേരിൽ കണ്ട ഒരാളെന്ന നിലയ്ക്ക് നമ്മളിങ്ങനെ പല ഇതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഹമാസിനെതിരായ ആക്രമണങ്ങളാണ് തുടരുന്നത്, തിരിച്ചടിക്കുന്നുമുണ്ട് ഹമാസ് എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഒളിത്താവളങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അത് തകർക്കാനുള്ള ശ്രമം തന്നെയാണോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ആ രീതിയിൽ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യക്തത വരുന്നുണ്ടോ? സാധാരണ ഇപ്പൊ ഈ പറയുന്ന ഈ ആൾക്കാർക്കിടയിൽ റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഈ പറയുന്ന നമ്മുടെ ഏത് ജനതയായാലും ഒക്കെ റെസിസ്റ്റ് ചെയ്യുമായിരിക്കാം. പക്ഷെ ഈ പറയുന്ന 2.1 മില്യൺ ആൾക്കാർ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. ഈ പറയുന്ന പ്രായമായ ആൾക്കാരും വികലാംഗരും ഒക്കെയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടേക്ക് എത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്കുള്ള അവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വെടിവെക്കുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പേരും വാസ്തവത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഉള്ളത്. അപ്പോ ആ ഒരു വസ്തുത കണക്കിലെടുത്തിട്ട് വേണം നമ്മള് ഇതിനകത്ത് ഹമാസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാനായിട്ട്. ഇത്രയും പേരുടെ ഒരു ജീവന്റെ ഒരു വിഷയമാകുമ്പോൾ അതിനകത്ത് കുറച്ചുപേരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാനൊന്നും ഒരിക്കലും കഴിയില്ല. ഈ ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഒന്നും അങ്ങനെ ഒരു മിലിറ്ററിക്ക് നടത്താൻ കഴിയില്ല. ഇതിനകത്ത് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കും, ഇല്ലാമായിരിക്കും. അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം ഈ പറയുന്ന ഈ 2.1 മില്യൺ ആൾക്കാര് കൂട്ടത്തോടെ മരിക്കുന്ന ഒരു ജനോസൈഡിലേക്ക് ലോകം മുഴുവൻ അവര് തള്ളി നീക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അങ്ങനെ 2.1 മില്യൺ ആൾക്കാരെ കൊല്ലാനായിട്ട് ഈ ലോകം മുഴുവൻ കൂട്ടു നിൽക്കേണ്ടതുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വലിയൊരു ചോദ്യം തന്നെയാണ് ഡോക്ടർ. ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി, കോൺവോയ്ക്കൊപ്പമാണ് നീങ്ങുന്നതെങ്കിലും വലിയ ജീവന് തന്നെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ തലചായ്ക്കാൻ ഒരു ഇടം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എവിടെയാണ് തങ്ങുന്നത് ഡോക്ടർ ഈ സംഘത്തോടൊപ്പം? ഇവിടെ ഇങ്ങനെയുള്ള 2.1 മില്യൺ ആൾക്കാരുടെ ഇടയിൽ നമ്മളും കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ ഓരോ വീട്ടിനകത്ത് ഓരോ മുറിക്കകത്തും പോലും 10ഉം 12ഉം പേരൊക്കെയാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങ് നമുക്ക് കഴിയാൻ പറ്റുന്ന സ്ഥലങ്ങൾ എടുക്കുക. നമ്മൾ മിക്കവാറും ടെന്റ് നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അൺസേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണെന്നും നമുക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ഇന്നലെ ഈ പറയുന്ന ഒരു മോസ്കിന് ബോംബ് ചെയ്തപ്പോൾ തൊട്ടടുത്താണ് ആശുപത്രി ഉള്ളത്. ആശുപത്രിയുടെ കോർഡിനേറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്, UN കൊടുത്തിട്ടുള്ളതാണ്. UN അത് എല്ലാ 2 സൈഡിലുമുള്ള ഹമാസിനും കൊടുക്കും, ഇസ്രയേലി ആർമിക്കും കൊടുക്കും. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ബോംബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ആശുപത്രിയുടെ പകുതി ഭാഗം തകർന്നു പോയി.
അപ്പോൾ അതിനകത്ത് നമ്മളിനി ഈ ആശുപത്രിയിലൊക്കെ ഇമ്മ്യൂൺ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോ ഏത് സ്ഥലമാണ് സുരക്ഷിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായ സ്ഥലങ്ങളൊന്നും വാസ്തവത്തിലില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്ന സ്ഥലങ്ങളിൽ ദിവസവും കഴിയുക എന്നതിനപ്പുറത്തേക്ക് അതെ. ഇങ്ങനെ സഹായിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ അല്ല. കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രം. അതിനപ്പുറത്തേക്ക് ഈ ജനതയുടെ ദുരിതം കണ്ടുകൊണ്ട് അവർക്കൊരു എന്താ പറയാ ഒരു ഒരു അറ്റ്ലീസ്റ്റ് അവർ കൂടെ നിൽക്കുവാനായിട്ട് പുറത്തുനിന്ന് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് അവർക്ക് അതെ. അവർ കരുതാൻ പറ്റി കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് ഞാൻ കരുതുന്നത്. ശരിയാണ് ഡോക്ടർ. ഈ അവസരത്തിൽ വാക്കുകൾ കൊണ്ട് സ്റ്റേ സേഫ് എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല എന്നറിയാം. എങ്കിലും സുരക്ഷിതനായിരിക്കുക എന്ന് അങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വരുന്നു. അറിയാം അവിടെ വലിയ വെല്ലുവിളി ഉണ്ടെന്നറിയാം. പക്ഷേ ഏതായാലും അവർക്കൊപ്പം നിൽക്കാനുള്ള ഈ സന്മനസ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു ഡോക്ടർ. തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ഗസയിൽ നിന്ന് കോൺവോയ്ക്കൊപ്പം നീങ്ങുന്ന മലയാളി ഡോക്ടർ SS സന്തോഷ് കുമാറാണ് ചേർന്നത്. നിരപരാധികളായ കുറേ മനുഷ്യർ അവരെ ഓരോ ദിവസവും മരിച്ചു വീഴുന്നു. വലിയ ദുരിതമാണ്. പകർച്ചവ്യാധികൾ കൂടുന്നു, പട്ടിണി വ്യാപിക്കുന്നു. നമ്മളിവിടെ സകല സൗകര്യങ്ങളിലും സുരക്ഷിതത്വത്തിലും ജീവിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നൂറായിരങ്ങൾ കഷ്ടപ്പെടുകയാണ്, ദുരിതത്തിലാണ്. ആ കാഴ്ചകളുമായാണ് ഡോക്ടർ SS സന്തോഷ് കുമാർ നമുക്കൊപ്പം ചേർന്നത്.